തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്നതിന് മുമ്പ് ഈ ശബരിമല വിഷയത്തിൽ LDFന്റെ ശവന്തൂക്ക് പ്രയോഗമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ നടത്തിയ സർവേ, നമ്മുടെ സർവേയിൽ പറഞ്ഞത് ഇതേ കാര്യമായിരുന്നു ഓർക്കണം. അതായത് വടക്കോട്ട് ലീഗിൻ്റെ അടക്കമുള്ള സീറ്റുകൾ UDFന് കൂടുതലായിട്ട് കിട്ടുകയും തെക്കോട്ട് LDFന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണാണ് ഉണ്ടാവുക എന്ന പ്രവചനം നമ്മുടെ സർവേയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. ഹർഷിപ്പോൾ പറഞ്ഞപ്പോൾ നമുക്കൊന്ന് ആസിഫിലേക്ക് പോയിട്ടൊന്ന് സമഗ്രമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വരാം. മുഴുവൻ നേരവും കാണാനായിട്ട് എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ, സർവേ ഫലങ്ങൾ നമ്മുടെ സ്ക്രീനിൽ ഫുൾ ടൈം തന്നെ ഉണ്ട്. അതുകൊണ്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആസിഫ് അത് ഒന്നുകൂടെ ഒന്ന് വിവരിച്ചു തരും. ആസിഫ് എന്താണ് ഈ നമ്മൾ ഏതെങ്കിലും പുതിയതായിട്ട് വന്നോ, എന്താണൊന്ന് സമഗ്രമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ എന്താ കാണുക? നിലവിൽ 9 സർവേ ഫലങ്ങളാണ്, പ്രധാനപ്പെട്ട 9 സർവേ ഫലങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലായിടത്തും UDFന് മേൽക്കൈ തന്നെയാണ് പ്രവചിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്സിസ് മൈൻഡിയാണ് UDFന് വ്യക്തമായുള്ള മേൽക്കൈ പ്രവചിക്കുന്ന ഏക സർവേ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഇഞ്ചോടിഞ്ച് എന്ന തരത്തിൽ തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ പെട്ടെന്നൊന്ന് അത് പറഞ്ഞു പോവുകയാണെങ്കിൽ CNN News 18 LDFന് 58 മുതൽ 68, UDFന് 70 മുതൽ 80, NDA പരമാവധി 4, പീപ്പിൾസ് പൾസിന് വരുമ്പോൾ LDFന് 55 മുതൽ 65, UDFന് 75 മുതൽ 85, BJPക്ക് പരമാവധി 3. സി ന്യൂസ് കേരളം UDFന് 63 മുതൽ 74, LDFന് 58, 70, NDAക്ക് 2 മുതൽ 5 വരെയും സീറ്റ് പ്രവചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിസ് മൈൻഡിയുടെ ഒരു ശതമാന കണക്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ വിശദമായിട്ട് അത് എടുത്തിട്ടുണ്ട്. UDF 44% വോട്ടും, LDF 40% വോട്ടും, NDA 14% വോട്ടും എന്നാണ് അവർ പ്രവചിക്കുന്നത്. മെട്രിക്സിൻ്റെതാണെങ്കിൽ LDF 60 മുതൽ 65, UDF 70 മുതൽ 75, BJP 2 മുതൽ 4, JVC LDF പരമാവധി 61, UDF 72 മുതൽ 84, BJP 3 മുതൽ 7, പി മാർക്കിൻ്റെത് LDF പരമാവധി 69, UDF 72 മുതൽ 79, BJP പരമാവധി 3. ഇതിൽ തന്നെ ഇപ്പോൾ ആക്സിസ് മൈൻഡിയുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം UDFന് 78 മുതൽ 90 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. LDFന് 49 മുതൽ 62 സീറ്റ് വരെയാണ് പരമാവധി പ്രവചിക്കുന്നത്. NDA പരമാവധി 3 സീറ്റ് വരെ വിജയിച്ചേക്കുമെന്നുള്ള കാര്യമാണ് ഇതിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ ആക്സിസ് മൈൻഡിയുടെ മറ്റൊരു സർവേ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരായിരിക്കണമെന്നുള്ള സർവേയും അവർ ഈ കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൽ VD സതീശനെ 21% ആളുകൾ പിന്തുണയ്ക്കുന്നു, പിണറായി വിജയനെ 33% ആളുകൾ പിന്തുണയ്ക്കുന്നു, രമേശ് ചെന്നിത്തലയെ 8, KC വേണുഗോപാലിനെ 3, ശശി തരൂരിനെ 1, KK ശൈലജയെ 2. അതായത് സതീശന് 24% ആളുകൾ പിന്തുണക്കുമ്പോൾ പിണറായി വിജയന് 33% ആളുകൾ പിന്തുണക്കുന്നുണ്ട്. പക്ഷേ ഭരണം UDFന് കൊടുക്കും. അതെ, അങ്ങനെയാണ്. കാരണം 21% VD സതീശനെ പിന്തുണയ്ക്കുന്നത്, പിണറായി വിജയനെ 33% പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് ഏകദേശം 11% ആളുകളുടെ 12% ആളുകളുടെ പിന്തുണ കൂടുതൽ പിണറായി വിജയനാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു ആക്സിസ് ഇന്ത്യയുടെ സർവേയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ അവർ പ്രവചിക്കുമ്പോൾ UDF വലിയ വിജയം പ്രഖ്യാപിക്കുമ്പോഴും ആ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. UDFിൽ ഏത് സ്ഥാനാർത്ഥി വന്നാലും പിന്തുണയ്ക്കുമെന്ന് 11% ആളുകളും ഈ സർവേയിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും UDFിൻ്റെ എണ്ണക്കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ LDFിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു കണക്ക് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. കാരണം 33, 35, 40% ആളുകളാണ് LDFിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ UDFിൻ്റെതിൽ അതിൽ കൂടുതലുണ്ട്, 42% ആളുകളുണ്ട്. പക്ഷേ അതിൽ VD സതീശൻ 21, UDFിലെ ഏത് സ്ഥാനാർത്ഥി വന്നാലും മതി എന്നുള്ളതാണ് 11% ആളുകൾ പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് 8, KC വേണുഗോപാലിന് 3, ശശി തരൂരിന് 1 എന്നതാണ് ആ ഒരു ശതമാന കണക്ക്. ഇതിലിപ്പോൾ ആസിഫെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, എല്ലാ സർവേകളും BJPക്ക് NDAക്ക് സീറ്റ് പ്രവചിച്ചിട്ടുണ്ട് അല്ലേ? NDTV ഒഴികെ. NDTV 0 മുതലാണെന്ന് തോന്നുന്നു. 9-ൽ 5 സർവേകളും പ്രവചിച്ചിട്ടുണ്ട്. മറ്റ് സർവേകൾ 0 മുതലാണ്. പക്ഷേ പി മാർക്ക്, ടൈംസ് നൗ, പിന്നെ മാട്രിക്സ്, സി ന്യൂസ് കേരളം, ചാണക്യ ഇവരെല്ലാവരും BJPക്ക് സീറ്റ് പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പി മാർക്ക് പറയുന്നത് 3 സീറ്റ് വരെ നേടാം, JVC പറയുന്നത് 3 മുതൽ 7 സീറ്റ് വരെ നേടാം. അങ്ങനെ മെട്രിക്സ് 2 മുതൽ 4 സീറ്റ് വരെ, സി ന്യൂസ് 1 മുതൽ 4 വരെ. അങ്ങനെ അവർ കൃത്യമായി പറയുന്നുണ്ട്. അത് 0 മുതൽ അല്ലാതെ പറയുന്ന 5 സർവേ ഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ BJP വീണ്ടും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയാണ് ഈ 9 സർവേകളിൽ 5 സർവേകളും പറയുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്.
റൈറ്റ് സനീഷ്, ഇതിപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഇതിനോട് താരതമ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അസമിൽ ക്ലീൻ സ്വീപ്പാണ് എല്ലാവരും പറയുന്നത്. അതായത് BJP അവിടെ തുടർന്നും അധികാരത്തിൽ വരും, ഹിമന്ത ബിശ്വ ശർമ്മയെ തോൽപ്പിക്കാൻ അവിടെ ആരുമില്ല എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ, പശ്ചിമ ബംഗാളിൽ എന്താ സ്ഥിതി? പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാർ, അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സർക്കാർ അവിടെ തകരുന്നു എന്നുള്ളതാണ് അവർ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അത് എത്രത്തോളം വിശ്വാസ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിന് അവിടെ ഈ തെരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസ് നേടുമെന്ന് പൊതുവെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമപ്രവർത്തകരും ആ ഒരു സൂചനയാണ് നമുക്ക് നൽകിയിരുന്നത്. മാത്രമല്ല 90 സീറ്റുകൾക്ക് മേൽ അവിടെ മുസ്ലിം വോട്ടർമാരാണ് നിർണായക ശക്തിയാവുക. ബാക്കി ഒരു 65 സീറ്റുകൾ കൂടി നേടാൻ തൃണമൂൽ കോൺഗ്രസിന് മറ്റു മേഖലയിൽ കഴിഞ്ഞാൽ തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന് തന്നെ അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ആ സംസ്ഥാനത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ SIR പ്രതിഫലിക്കുന്നു എന്ന് വേണം വേറൊരു തരത്തിൽ മനസ്സിലാക്കാൻ. എല്ലാ വോട്ടർമാരും, ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടർമാർ, മുസ്ലിം വോട്ടർമാർ അവിടെ കേന്ദ്രീകരിച്ച് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും തൃണമൂൽ കോൺഗ്രസിന് ഒരു തകർച്ചയുണ്ടാകുന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു പാർട്ടികൾക്ക്, ഇപ്പോൾ കോൺഗ്രസ് വേറിട്ട് നിന്ന് മത്സരിക്കുന്നു, ഇടത് പാർട്ടികൾ വേറിട്ട് നിന്ന് മത്സരിക്കുന്നു, അതുപോലെ മറ്റു പാർട്ടികൾ ഇങ്ങനെ മാറി നിന്ന് മത്സരിക്കുന്നതിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആസിഫിലേക്ക് ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ കാര്യങ്ങളൊന്ന് ചോദിച്ചിട്ട് വരാം. ആസിഫ്, ഇപ്പോൾ കേരളത്തിലെ കാര്യം ഏതാണ്ട് നമുക്കിപ്പോൾ മനസ്സിലായി. അതായത് നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും UDF അധികാരത്തിൽ വരുമെന്നാണ് ഏതാണ്ട് എല്ലാ സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ നല്ല മുന്നേറ്റം നടത്തും UDF എന്ന് പറയുന്നു. 90 സീറ്റുകളോളം നേടിയിട്ട് UDF അധികാരത്തിൽ വരും കേരളത്തിൽ എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു നില എന്താണ്? ആസിഫിലേക്ക് വരാം. ആസിഫ് ഡേറ്റ എടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ആസിഫിലേക്ക് വരാം. സനീഷ്, ഇതിനകത്ത് ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിൽ ഈ മൊത്തം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരിഗണിക്കുന്നത് പിണറായി വിജയനെയാണെന്നുള്ളത് ഒരു കൗതുകകരമായ കാര്യമാണ്. മാത്രമല്ല അത് മറ്റു ചില സൂചനകൾ കൂടി നമുക്ക് തരുന്നുണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറത്തുള്ള വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്ന് തന്നെ അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല ഒരു വലിയ ട്രെൻഡ് എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയില്ല. ഒരു ട്രെൻഡ് എന്നതിനപ്പുറത്ത് ഒരു 2011 തനിയാവർത്തനമായിരിക്കുമോ സംഭവിക്കുക എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടല്ലേ? നിശ്ചയമായിട്ട്. അതായത് ഹർഷ, ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. അതായത് ഞാനൊരിക്കലും ഇതിന് പ്രവചനത്തിന് തയ്യാറായ ആളെയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രവചിക്കാൻ പറ്റാത്ത നിലയുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ്. ആളുകളെല്ലാവരും പറയുന്ന അവരവരുടെ ആഗ്രഹ പ്രകടനം മാത്രമാണ് എന്ന് നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നടന്നത് എന്ന് വിചാരിക്കുന്ന ആളാണ്. ചില തെരഞ്ഞെടുപ്പുകൾ നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവചിച്ചിരുന്നു LDF തിരിച്ചു വരുമെന്ന്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ എല്ലാ സർവേ ഫലങ്ങളും LDFന് മുന്നേറ്റം കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് അങ്ങനെ വിജയം ഇന്നയാൾക്കായിരിക്കുമെന്ന് ഖണ്ഡിതമായിട്ട് പ്രവചിക്കാൻ പറ്റാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന തോന്നൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ആ തോന്നലിനെ കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. വലിയ മുന്നേറ്റം NDTV ഒഴികെ ഈ ആക്സിസ് മൈ ഇന്ത്യ അല്ലാതെ മറ്റാരെങ്കിലും കൊടുത്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പം തന്നെ ഹർഷൻ ഇപ്പോൾ പറഞ്ഞല്ലോ, പിണറായി വിജയൻ ഈ ഇടത് സർക്കിളിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന് ഈ ദിവസങ്ങളിൽ, അതായത് കുറേ ദിവസം ഒന്ന് ശാന്തമായിട്ടിരുന്നെങ്കിലും അവസാന ദിവസം എത്തുമ്പോൾ വീണ്ടും ഇടത് സർക്കിളിൽ നമ്മൾ തോൽക്കാൻ പോവുകയാണ് എന്നൊരു തോന്നൽ അവർക്ക് ആകെപ്പാടെ ഉണ്ടായി. അപ്പോൾ അവരതിന് കാരണങ്ങളായിട്ട് ചിലയിടങ്ങളെങ്കിലും പറയുന്നത് പിണറായി വിജയനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ദോഷം ചെയ്തു എന്നാണ്. അതായത് എവിടെ നോക്കിയാലും പിണറായിനെ കാണുമ്പോൾ പിണറായിയോടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായി എന്നാണ്. ഇപ്പോൾ UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് നില പ്രവചിക്കുന്ന ഈ സർവേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പിണറായി വിജയനാണ്. പക്ഷേ VD സതീശനേക്കാൾ ജനപ്രിയത ഉള്ളത് എന്ന് പറയുമ്പോൾ ഹർഷം പറഞ്ഞ ഈ കാര്യത്തോടൊപ്പം ചേർത്തിട്ട് ഈ LDFൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുകൂടി ഒരു സൂചന ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. നമുക്കറിയില്ല, ഇത് അന്തിമമായുള്ള ഫലമല്ല. പക്ഷേ LDFന് പിണറായി വിജയനെ മാത്രമായിട്ട് മുന്നോട്ട് വെച്ചിട്ട് അവർ മുന്നോട്ട് പോയത് അങ്ങനെയാണ് ഗുണമല്ലേ ചെയ്തിട്ടുള്ളത്. കാരണം സതീശന് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഫലം ഉണ്ടായിരുന്നെങ്കിലോ എന്നും വേണമെങ്കിൽ കരുതാം. കാരണം ഇതിനകത്തൊരു കാര്യമുണ്ട് സനീഷ്, ഈ ചിന്ത എനിക്കും വന്നതാണ്. കാരണം എവിടെ നോക്കിയാലും പിണറായി വിജയൻ മാത്രമാണ് ഒരു ചിഹ്നമായി മുന്നിലുണ്ടായിരുന്നത്. അതായത് ചിഹ്നമില്ല, പിണറായി വിജയനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ പല സുഹൃത്തുക്കളോടും സംസാരിക്കുമ്പോൾ പറയുമല്ലോ, ഇത്തവണ എല്ലാവരും പോകുന്നത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനല്ല, തലയ്ക്ക് വോട്ട് ചെയ്യാനാണ് എന്നുള്ളത്. കാരണം എവിടെയും പിണറായി വിജയനെ മാത്രം മുൻനിർത്തിയുള്ള പ്രചാരണമാണ് ഇത്തവണ ആദ്യമായി കേരളത്തിൽ നടപ്പായത്. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് ആർട്ടിക്കിളുകളൊക്കെ വന്നല്ലോ. ഇത് അമേരിക്കൻ മോഡൽ ആണ്, ഈ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് മോഡലാണ് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി. അത് LDF ഇത്തവണ കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതായിരുന്നു അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ. അപ്പോൾ അങ്ങനെ ഒരു അതാണോ വർക്കായിട്ടുള്ളത്? അതിന് മറിച്ചും നമുക്ക് ചിന്തിക്കാമല്ലോ. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞേനെന്ന് ചിന്തിക്കാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരൊറ്റ
കോണ്ടക്സ്റ്റിൽ മാത്രമേ അത് ഒരു നോക്കാം. point. ബാക്കിയുള്ളത് നമുക്ക് വലിയ ചർച്ചകളാണ്. ഒരു കാര്യം കൂടെ പറയാം. അതായത് ആ കോണ്ടക്സ്റ്റ് ഇതാണ്. അതായത് ഇത്രയും വലിയ ഭൂരിപക്ഷം 90 സീറ്റോളം നേടിയിട്ട് UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ തന്നെ BD സതീശിനെ 21% പേര് പിന്തുണക്കുന്നു. പക്ഷേ 33% പേര് പിണറായി വിജയനെയാണ് പിന്തുണക്കുന്നത് എന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്നത് ജനപ്രിയതയില്ലാത്ത മൂപ്പരുടെ പടം വെച്ചത് കൊണ്ട് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്ന ആളുകൾക്ക് ഇതൊന്ന് മാറി ചിന്തിക്കണ്ടേ എന്ന് തോന്നാനുള്ളൊരു പോയിന്റാണ്. ആ കോണ്ടക്സ്റ്റിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട വേറൊരു വിഷയമാണ്, നമുക്ക് അതിലേക്ക് പിന്നെ അതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് സതീഷ്. കാരണം ഇങ്ങനെയാണ് ഫലം ഏതാണ്ട് ഇതിനോടൊപ്പിച്ചാണ് ഫലം വരുന്നതെങ്കിൽ നമുക്ക് പറയേണ്ട വേറെയും കുറേ കാര്യങ്ങളുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് NDTVയുടെ സർവേ നോക്കൂ, അതിനകത്ത് 75 UDF പറയുന്നത്, 75 മുതൽ 85 വരെ. മാട്രിക്സിൻ്റെ 70 മുതൽ 75 വരെ. ടൈംസ് നൗവിൻ്റെത് 72 മുതൽ 84 വരെ. റിപ്പബ്ലിക്കിൻ്റെത് 71 മുതൽ 79 വരെ. ഈ നിലയ്ക്കാണ് പോകുന്നത്. പീപ്പിൾ പ്ലസിൻ്റെതും അങ്ങനെ തന്നെ 70കളിലാണ് തുടങ്ങുന്നത്. എന്താ, ഒരു 5-6 സീറ്റിലാണ് വ്യത്യാസത്തിനാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, അതിന് ഉത്തരവാദി CPI ആണ് എന്ന് ഇടതു മുന്നണിയിൽ തീർച്ചയായും ചർച്ചയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അമ്പേ പരാജയപ്പെടുകയും പാളുകയും ചെയ്ത പാർട്ടി ഇടതു മുന്നണിയിൽ CPI ആണ്. അതിന്റെ പ്രതിഫലനം കൂടി ഇതിനകത്ത് ഒരു ഡാറ്റ കൂടെ ഈ പ്രദേശം തിരിച്ചിട്ട് പിന്നെ ആക്സിസ് മൈ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് കണക്ക്. അതായത് കൊച്ചി എന്നവർ പറയുന്ന സ്ഥലത്തെ 29 സീറ്റുകളിലാകെ 22 മുതൽ 26 വരെ സീറ്റുകൾ എന്ന് വെച്ചാൽ മധ്യകേരളം നമ്മൾ മനസ്സിലാക്കണം. അവിടെ UDF നേടും. 29 ആകെ സീറ്റുകൾ, 22 മുതൽ 26 വരെ സീറ്റുകൾ UDF നേടും. അവിടെ 3 മുതൽ 7 വരെ സീറ്റുകൾ മാത്രമേ LDF ലഭിക്കുകയുള്ളൂ. അവിടെ 0 മുതൽ 1 വരെ സീറ്റുകൾ മധ്യ കേരളത്തിൽ കിട്ടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. മലബാർ എന്ന് അവർ പറയുന്ന സ്ഥലത്ത് 63 എന്ന് വെച്ചാൽ വടക്കൻ കേരളം നമ്മൾ കണക്ക് കൂട്ടണം. മലബാർ 63 സീറ്റുകൾ ആകെ ഉള്ളതിൽ UDF അവിടെയും 36 മുതൽ 38 വരെ സീറ്റുകൾ നേടും. അവിടെ താരതമ്യേന സേഫാണ്. 25 മുതൽ 27 വരെ സീറ്റുകളാണ് LDF നേടുക. ട്രാവൻകൂർ എന്ന് അവർ പറയുന്ന ഈ തെക്കൻ കേരളത്തിൽ നോക്കുമ്പോൾ 25 മുതൽ 29 വരെ സീറ്റുകൾ അവിടെ UDF നേടും. 18 മുതൽ 22 വരെ സീറ്റുകളാണ് LDF ലഭ്യമാവുക. അവിടെ 0 മുതൽ 2 വരെ സീറ്റുകൾ NDAക്കുണ്ട്. ഇത് ഇങ്ങനെ പരിശോധിച്ചാൽ ഈ റീജിയൻ വൈസ് നമ്മൾ പരിശോധിച്ചാൽ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഹർഷ നേരത്തെ പറഞ്ഞതുപോലെ ഈ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടാണ് UDF ഈ പറയുന്ന നമ്പറിലേക്ക് എത്തുക എന്നാണ് അവർ പറയുന്നത്. ഈ വടക്കൻ കേരളത്തിൽ തെറ്റില്ലാത്ത നമ്പർ LDF കരസ്ഥമാക്കുന്നുണ്ട്. 25 മുതൽ 27 വരെ, 18 മുതൽ 22 വരെ എന്ന നമ്പർ ട്രാവൻകൂർ എന്ന് വെച്ചാൽ തെക്കൻ കേരളത്തിലും അവർ വാങ്ങുന്നുണ്ട്. മധ്യ കേരളമാണ് അവരെ തകർക്കുന്നതെന്ന് പറയുമ്പോൾ ലീഗിൻ്റെ മുഴുവൻ സീറ്റുകളും അവിടെ സോളിഡായിട്ട് കിടക്കേണ്ടതെന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. അപ്പോൾ അവർ പറയുന്ന കാര്യത്തിന് ലോജിക്ക് അവിടെയുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിച്ചിരിക്കുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം പോലും, ഹർഷ, എനിക്ക് ഇത് തന്നെ ആയിരിക്കും നാളെ വരാൻ പോകുന്നത് എന്ന സൂചന നൽകുന്നതായിട്ടില്ല എന്നൊരു തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്. ശരിക്കും ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന നില ഇപ്പോഴും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ട് ഇതിനു മുകളിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണവും ആ നിലക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനകത്ത് ആക്സിസ് മൈ ഇന്ത്യ കഴിഞ്ഞ തവണത്തെ പ്രവചനത്തിന് തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ അളവ് പറഞ്ഞതും ലഭിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. 104 മുതലാണ് പറഞ്ഞത്. 99 കിട്ടിയത്. 5 സീറ്റിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ കുറഞ്ഞത് പറഞ്ഞതിലും അത്രയും വ്യത്യാസമുണ്ട്. കൂടുതൽ പറഞ്ഞത് അവിടെ കടന്നു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആക്സിസ് മൈ ഇന്ത്യയുടെ കഴിഞ്ഞ തവണത്തെ പാറ്റേൺ എടുത്താൽ അതിൽ കുറഞ്ഞു പറഞ്ഞിരിക്കുന്നത് 78 കണക്കിലെടുത്താൽ മതിയെന്ന് എനിക്ക് തോന്നുന്നത്. 90ലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അങ്ങനെ നോക്കുമ്പോൾ അതായത് ആക്സിസ് മൈ ഇന്ത്യയുടെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മാത്രം എടുത്താൽ ഒരല്പം കയറ്റിപ്പിടിക്കുന്ന അവരുടെ ഒരു രീതിയാണ് എന്ന തോന്നൽ മറ്റെല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ വരികയാണെങ്കിൽ, ഹർഷനി പറഞ്ഞ പോലെ അവരുടെ ഏറ്റവും മിനിമം നമ്പർ എടുത്തു നോക്കി 78 എന്ന് വെച്ചാൽ 7 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ കിട്ടുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ കൃത്യമായിട്ട് ഇതാ LDF വരാൻ പോവുകയാണ് എന്നതുപോലെ ഇത്തവണ ഒരു സർവേ ഫലങ്ങളും ഇതാ UDF വരാൻ പോവുകയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല എന്ന സൂചനയാണ് നമുക്ക്. പക്ഷേ മുഴുവൻ സർവേ ഫലങ്ങളിലും UDF വരുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാകുമ്പോൾ ഒരു പൊതുവായ ഒരു ഫീൽ അങ്ങനെ നിലനിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ സർവേകളിലും UDFനാണ് അധികാരത്തിൽ വരാൻ സാധ്യത കൽപ്പിക്കുന്നത്. ചെറിയ മാർജിനാണെങ്കിലും UDF അധികാരത്തിൽ വരുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അതായത് UDFന് മുൻതൂക്കമുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇതാണ് അതിന്റെ ശരിയായ വാദം. UDFന് നേരിയ മുൻതൂക്കമുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ കേരളത്തിൽ നടന്നത് എന്ന് നമ്മൾ ദിവസങ്ങളായിട്ട് വിലയിരുത്തുന്ന കാര്യങ്ങൾ തന്നെ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിലൂടെയും പുറത്തു വന്നു. ഇതുകൊണ്ടുണ്ടാകുന്നത് ഇത് ഫലപ്രഖ്യാപനം എന്നുള്ളത് അങ്ങനെ നമ്മൾ മുള്ളിൽ നിൽക്കേണ്ട വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 2011 സംഭവിച്ചതുപോലെ അവസാന നിമിഷം വരെ ഇത് ആർക്കൊപ്പം പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ആ മട്ടിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലമാണ്. പക്ഷേ ഇപ്പോഴും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ മുഴുവൻ ഞാൻ സംശയത്തോടെ നിരീക്ഷിക്കുന്നതിന് ഒറ്റ കാരണം
പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വരും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ. ഒരു കാര്യമുണ്ട്, 90 ലക്ഷം വോട്ടുകളാണ് SIR-ലൂടെ പുറത്തുപോയത്. 27 ലക്ഷം വോട്ടർമാരാണ് വോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല. അങ്ങനെ ഈ ഇത് പിടിച്ചെടുക്കുന്ന SIR-ലൂടെ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയാണ് പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നതെങ്കിൽ അതങ്ങനെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ ഒരു ചാൻസും കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 90 സീറ്റുകൾക്ക് മേൽ അവിടെ മുസ്ലിം വോട്ടുകൾ മാത്രം നിർണായകമാവുന്ന സീറ്റുകൾ ഉള്ളപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് അവിടെ ഒരു കാര്യമുള്ളത്, നമുക്കൊന്ന് ആസിഫിലേക്ക് കൂടെ പോകാം. അവിടെ ഒരു കാര്യമുള്ളത്, അതിഗംഭീരമായിട്ട് അതിശക്തമായിട്ട് ഈ കേന്ദ്ര സേന അവിടെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഇടപെട്ടിരുന്നു. തൃണമൂൽ കോൺഗ്രസ് വലിയ അക്രമ സംഭവങ്ങൾ നടത്തുന്നൊരു പാർട്ടിയാണെന്ന് അവരെ അനുകൂലിക്കുന്ന ആളുകൾക്ക് കൂടെ എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോൾ രാജ്യം മുഴുവൻ അറിയാവുന്ന ഒരു നിലയുണ്ട്. ആദ്യം CPM-കാരെ ഓടിച്ചു, പിന്നീട് കോൺഗ്രസ്സുകാരെ ഓടിച്ചു, ഇപ്പോൾ BJP-ക്കെതിരെ അവർ മസിൽ പവർ നടത്തുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്തവണ പക്ഷേ BJP കേന്ദ്ര സേനയെ കൊണ്ടുവന്നിട്ട് അതിനൊരു വലിയ തടയിടാനൊക്കെ നോക്കിയിട്ടുണ്ടാകുന്നു. അപ്പോൾ അത് ഏത് നിലക്കാണ് വരിക? എങ്ങനെ വന്നാലും ഈ പ്രവചിക്കുന്ന പോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ ബംഗാൾ പിടിക്കുക എന്ന BJP-യുടെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുണ്ടാകും. ഇവർ ഈ പ്രവചിച്ച പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അന്നത്തെ മെയ് 4-ാം തീയതി ദേശീയ മാധ്യമങ്ങളിൽ കേരളത്തിനകത്ത് ഏറ്റവും താഴത്തെ ഒരു ചെറിയ ദേശീയം എന്ന് വെച്ചാൽ ഈ ഹിന്ദി ബെൽറ്റിലെ മാധ്യമങ്ങളിൽ കേരളം കുറച്ച് താഴേക്ക് പോകും, ബംഗാൾ മാത്രമായിട്ട് വരാനാണ് സാധ്യത. ഇവിടെ ഇപ്പോൾ ഒന്നിലേറെ സീറ്റുകൾ BJP നേടിയാലും അവർ കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരും ആ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ അവിടെ വരാൻ. എന്തായാലും ഹർഷ, ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഞാൻ ആസിഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെല്ലാം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ചിത്രം 4-ാം തീയതി ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം മാത്രമാണ് ഇതാ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു കേട്ടോ എന്ന് കൃത്യമായിട്ട് കേരളത്തെ സംബന്ധിച്ച് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നല്ലേ? അതെ, തീർച്ചയായും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഈ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് 2011 സമാനമായ ഉദ്വേഗജനകമായ ഒരു ഫലപ്രഖ്യാപനമായിരിക്കും 4-ാം തീയതി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇതിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അതായത് 80 സീറ്റിൽ താഴെയുള്ള ഒരു സീറ്റ് നിലയിലാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ നിശ്ചിതമായി ഇടതുമുന്നണിയെ വിമർശിക്കാൻ തക്കവണ്ണമുള്ള പോയിന്റുകൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതായത് ആ നിലയ്ക്കുള്ള ചർച്ചകളിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. പിന്നീട് ഇപ്പുറത്ത് UDF-നാണ് പരാജയം സംഭവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നേരിയ മാർജിനിലാണ് UDF പോകുന്നതെങ്കിൽ അവിടെയും വലിയ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ അധികാരത്തിലെത്തുന്നത് UDF അധികാരത്തിലെത്തുന്നത് നേരിയ മാർജിനിലാണെങ്കിൽ ഇനി മറ്റൊരു കൗതുകകരമായ സംഭവം കൂടി കോൺഗ്രസിൽ നടക്കും. അത് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള കൗതുകകരമായ സംഭവവികാസങ്ങളുമായിരിക്കും അതിന് പിന്നാലെ ഉണ്ടാവുക. അതിനകത്ത് ഹർഷ, ഞാനിപ്പോഴും പറയുന്നത് ഇതുപോലെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പോലും, അതായത് ഈ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്ന പോലെ UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ പോലും UDF-ന്റെ രാഷ്ട്രീയമായിട്ടുള്ള വമ്പൻ വിജയമല്ല എന്നൊരു തോന്നലും. എന്ന് മാത്രമല്ല, ഒന്ന് കടന്ന് ഞാനത് പറഞ്ഞാൽ പിന്നെ ആളുകൾ താഴെ വന്നിട്ട് വല്ലാതെ വിമർശിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ വല്ലാതെ പറയുന്നില്ല. എന്നാലും ഈ നമ്പറിലാണ് വരുന്നതെങ്കിൽ UDF-ന്റെ രാഷ്ട്രീയ പരാജയം അതിനകത്തുണ്ടെന്നും കൂടെ ഞാൻ പറയും. എന്തുകൊണ്ടെന്നാൽ 10 വർഷം ഭരിച്ചതിന് ശേഷം ഇവരെല്ലാവരും പറയുന്നത് പോലെ തീർത്തും ജനപ്രിയനല്ലാത്ത, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുഖം വെച്ചതുകൊണ്ട് മാത്രം തിരിച്ചടിയാണ് ഉണ്ടാവുക, CPM-കാർ പോലും വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് ഇത്ര 10 വർഷത്തിന് ശേഷം പോലും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. മറിച്ച് ഈ മട്ടിലുള്ള നമ്പറാണ് വരുന്നതെങ്കിൽ UDF-കാർ കുറെ കൂടെ ശക്തമായിട്ട് ആന്തരികമായിട്ട് സ്വയം വിമർശനപരമായിട്ട് ആലോചിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടാകും. ഭരിക്കുമ്പോൾ തന്നെയും ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് ഇങ്ങനെ സ്വയം വിമർശനമായിട്ട് പരിശോധിക്കാനൊക്കെ സമയം കിട്ടുമോ എന്നായിരുന്നു എനിക്ക് സംശയമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ആസിഫിലേക്ക് ഒന്നൊന്ന് വിശദമായിട്ട് കേരളത്തിലെ കാര്യം ഒന്നുകൂടി ഒന്ന് സമഗ്രമായിട്ട് പറഞ്ഞതിന് ശേഷം ദേശീയ തലത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആ സർവേ ഫലങ്ങളുടെ ഒരു ചിത്രം കൂടെ നൽകിയാൽ നന്നായിരിക്കും. സമയമെടുത്തോ? തീർച്ചയായും ഇപ്പോൾ 2 സർവേ ഫലങ്ങൾ കൂടി അധികമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത്. വോട്ട് വൈബ് LDF-ന് 58 മുതൽ 68 സീറ്റ്, UDF-ന് 70 മുതൽ 80 സീറ്റ്, BJP-ക്ക് 0 മുതൽ 4 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീക്കൺ എക്സ്ക്ലൂസീവ് 57 മുതൽ 62 വരെ LDF-ന്, UDF-ന് 76 മുതൽ 81, NDA-ക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ. അതായത് ഇപ്പോൾ ഏകദേശം 11ഓളം സർവേ ഫലങ്ങൾ ടോട്ടലായിട്ട് വന്നിട്ടുണ്ട്. അതിലെല്ലായിടത്തും തന്നെ UDF-ന് മേൽക്കൈ പ്രവചിക്കുന്നുണ്ട്. ഒരു സർവേ ഫലം പോലും ഇത്തവണ LDF-ന് മേൽക്കൈ പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പരമാവധി LDF-ന് നേടാൻ കഴിയുന്ന സീറ്റ് 70 വരെ എന്നുള്ളതാണ് ഈ സർവേ ഫലങ്ങളിൽ പറയുന്നത്. കൂടുതൽ സർവേ ഫലങ്ങളും LDF പരമാവധി ഒരു 68 അല്ലെങ്കിൽ 65 സീറ്റുകൾ വരെ മാത്രമേ നേടുകയുള്ളൂ എന്നുള്ള ഒരു പ്രവചനമാണ് ഇപ്പോൾ പൊതുവെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഒരൊറ്റ നിമിഷം ആസിഫ്, ഇതിനകത്ത് ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷ
ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ പ്രതികരണം കൂടെ വന്നിട്ടുണ്ട്. ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലം എന്നത് എക്സിറ്റ് പോൾ മാത്രമാണ്, അവസാന വാക്കല്ല. മുഖവിലക്കെടുക്കേണ്ടത് ജനങ്ങളെയാണ്. ലവലേശം കുറയാതെ ഞങ്ങൾ ഇപ്പോഴും ആ പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുന്നു. LDF ഇപ്പോഴും ശുഭപ്രതീക്ഷയുണ്ട്. പണ്ടും എക്സിറ്റ് പോൾ ഇത്തരം കഥകൾ പണ്ടും പറഞ്ഞതാണ്. കഥകളൊക്കെ കഥകളാണ്. എക്സിറ്റ് പോളുകൾ ആരുടെ പ്രതീക്ഷ എന്ന ചോദ്യമുണ്ട്. ആർക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയാണത് എന്നതും വ്യക്തമാണ്. ഈ പ്രതീക്ഷിക്കുന്നവരെല്ലാം ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിലാണ്. അതായത് സംഗതി ഇത്രയേ ഉള്ളൂ, അത് തീരത്തില്ല, വായിച്ചു തീർക്കാൻ പറ്റില്ല. അതായത് എക്സിറ്റ് പോൾ പിന്നെ എന്താണ് എക്സിറ്റ് പോൾ മാത്രമാണ്, ഞങ്ങൾക്ക് ഇപ്പോഴും ജനങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നാണ്. ബാക്കിയൊക്കെ അദ്ദേഹം പതിവ് പോലെ അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് ചെറിയൊരു ആധി പിടിപെട്ടു. ആദ്യത്തെ പ്രതികരണം അദ്ദേഹം തന്നെ തന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പാളി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പോൾ ആരൊക്കെ വിജയിച്ചു വന്നാലും ആരൊക്കെ തോറ്റാലും ആ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു വേദിയിലേക്ക് ദുർബലരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിട്ട ഒന്നാമത്തെ പാർട്ടി, ഈ തെരഞ്ഞെടുപ്പിനെ ഒട്ടും ഗൗരവത്തോടെ കാണാത്ത ഒന്നാമത്തെ പാർട്ടി CPI ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അത് ആ മട്ടിൽ തന്നെ തുടർന്നങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതാണ് ഞാൻ തിരിച്ചു തരാം. ഏതായാലും ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം അതാണ്. LDF ഇപ്പോഴും പൂർണ്ണ പ്രതീക്ഷയുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഖവിലക്കെടുക്കാൻ കഴിയില്ല. മുഖവിലക്കെടുക്കുക ജനങ്ങളെയാണ്. ലെവലേശം പ്രതീക്ഷയിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കൊന്ന് ER രാഗേഷിലേക്ക് പോയിട്ട് വരാം. രാഗേഷ്, നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ചും ബംഗാളിൽ BJP ഭരണം വരുമെന്നാണല്ലോ പ്രവചനം വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഇപ്പോൾ ഏതായാലും അസമിലാണ് തുടർഭരണം, BJP തന്നെ തുടർഭരണം പ്രവചിക്കുന്ന ഏതാണ്ട് എല്ലാ സർവേകളും. പക്ഷേ തമിഴ്നാട്ടിലേക്കും പശ്ചിമ ബംഗാളിലേക്കും വരുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം. പശ്ചിമ ബംഗാളിൽ BJP ഭരിക്കുമെന്ന് ചില സർവേകളെങ്കിലും പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ ചരിത്രമാണ്, BJPയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമാണ്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ചില സർവേകൾ, ഭൂരിപക്ഷം സർവേകളും സ്റ്റാലിന് രണ്ടാം ഊഴം ഉണ്ടാകുമെന്ന് പ്രവചിക്കുമ്പോൾ തന്നെ ചില സർവേകൾ ADMK സഖ്യം തമിഴകം പിടിക്കും എന്ന് പറയുന്നുണ്ട്. വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ അസമിൽ ഏതാണ്ട് എല്ലാ സർവേകളും തന്നെ വലിയ മുന്നേറ്റം BJPക്ക് പ്രവചിക്കുന്നു. അതിൽ തന്നെ PMRQ സർവേ 82 മുതൽ 94 വരെ സീറ്റുകളാണ് NDAക്ക് പ്രവചിക്കുന്നത്. ആകെ സീറ്റുകൾ 126 അസമിൽ. കോൺഗ്രസ് അത് 30 മുതൽ 40 വരെ സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർ 1 മുതൽ 5 വരെ സീറ്റുകളാണ് നേടുക. JVC ടൈംസ് നൗവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഏതാണ്ട് 88 മുതൽ 101 സീറ്റ് വരെ നേടുന്ന ഒരു വലിയ വിജയമാണ് അവർ പ്രവചിക്കുന്നത്. കോൺഗ്രസ് അപ്പോഴും 23 മുതൽ 33 വരെ സീറ്റുകളിൽ ഒതുങ്ങുകയാണ്. മറ്റുള്ളവർ 2 മുതൽ 5 വരെ സീറ്റുകൾ നേടും. മെട്രിക്സും അങ്ങനെ തന്നെ ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവചനം നടത്തുന്നു. 85 മുതൽ 95 സീറ്റ് വരെ ഹിമന്ത ബിശ്വ ശർമ്മ നേതൃത്വത്തിൽ BJP നേടുമ്പോൾ 25 മുതൽ 32 വരെയാകും കോൺഗ്രസിന്റെ പ്രകടനം. ആക്സിസ് മൈ ഇന്ത്യയും 100 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. 88 മുതൽ 100 സീറ്റ് വരെ എന്നാണ് അസമിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്ക്. കോൺഗ്രസ് സഖ്യം 24 മുതൽ 36 നിലയിൽ നിൽക്കുന്നു. പോൾ ഡയറിയും 101 സീറ്റ് പ്രവചിക്കുകയാണ്. ഏതാണ്ട് ഈ സർവേകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകുന്ന ഒരു സർവേയായി പോൾ ഡയറി മാറുകയാണ്. 86 മുതൽ 101 വരെ സീറ്റുകളാണ് NDA സഖ്യത്തിന് അവിടെ പ്രവചിക്കുന്നത്. 15 മുതൽ 26 വരെ സീറ്റുകളിൽ കോൺഗ്രസ് ഒതുങ്ങുകയും ചെയ്യും. സി ന്യൂസിന്റെ കാര്യത്തിൽ 80 മുതൽ 86, CNN ന്യൂസ് 18 90 മുതൽ 100 സീറ്റുകൾ വരെ ഹിമന്ത ബിശ്വ ശർമ്മ നേതൃത്വം നൽകുന്ന BJPക്ക് പ്രവചിക്കുകയാണ്. പക്ഷേ തമിഴ്നാട്ടിലേക്കും ബംഗാളിലേക്കും വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മാറി മറിയുകയാണ്. പല സർവേകളും പല തരത്തിലുള്ള റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈംസ് നൗവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടൈംസ് നൗ അവിടെ തുടർഭരണം ഇല്ല എന്ന് പ്രവചിക്കുകയാണ്. കാരണം കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ 118 ആണ്. ADMK സഖ്യം 128 മുതൽ 148 വരെ സീറ്റ് നേടുമെന്നാണ് ടൈംസ് നൗ പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഭരണമാറ്റമാണ്. ADMK ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അവിടെ തിരിച്ചു വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. 75 മുതൽ 95 വരെ സീറ്റുകളാണ് DMK സഖ്യം നേടുക. TVക്ക് 8 മുതൽ 15 വരെ സീറ്റുകൾ നേടുമെന്നും പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് അവിടെ സീറ്റുകളൊന്നും പ്രവചിക്കുന്നില്ല. പക്ഷേ PMRQവിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. 125 മുതൽ 145 വരെ സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി MK സ്റ്റാലിൻ കരുണാനിധിക്ക് നേടാൻ കഴിയാത്ത തുടർ ഭരണം അവിടെ നേടുകയാണ്. ADMK സഖ്യം 65 മുതൽ 85 വരെ സീറ്റുകൾ നേടുമ്പോൾ വിജയ് അവിടെ നിർണായക ഫാക്ടർ ആകുന്നുണ്ട്. ആ സർവേ പ്രകാരം 16 മുതൽ 26 വരെ സീറ്റുകൾ വിജയ് നേടുമെന്നാണ് പ്രവചിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വിജയെ സംബന്ധിച്ചൊരു മികച്ച എൻട്രി ആണെന്ന് പറയാതിരിക്കാൻ തരമില്ല. മറ്റുള്ളവർ 1 മുതൽ 6 വരെ സീറ്റുകൾ നേടും. മെട്രിക്സും അതുപോലെ തന്നെ DMK സഖ്യത്തിന് തുടർഭരണം തന്നെയാണ് പ്രവചിക്കുന്നത്. 122 മുതൽ 132 സീറ്റുകളാണ് മെട്രിക്സ് പ്രവചിക്കുന്നത്. 87 മുതൽ 100 സീറ്റുകളിൽ ADMK സഖ്യം ഒതുങ്ങും. വിജയ് നേതൃത്വം നൽകുന്ന TVക്ക് 10 മുതൽ 12 വരെ സീറ്റുകൾ നേടുമെന്നാണ് മെട്രിക്സിന്റെ പ്രവചനം. സി ന്യൂസ് പക്ഷേ DMKക്ക് തന്നെയാണ് ഏറ്റവും വലിയ മുൻതൂക്കം പ്രവചിക്കുന്നത്. ഈ സർവേകളിൽ തന്നെ ഏതാണ്ട് 105
162 വരെ സീറ്റുകൾ നേടാം DMK സഖ്യം. അത്തരമൊരു മിന്നുന്ന പ്രകടനം അവരുടെ ഭാഗത്ത് ഉണ്ടാകാമെന്ന പ്രവചനം നടത്തുന്നു. ADMK 52 മുതൽ 74 വരെ സീറ്റുകളിൽ ഒതുങ്ങും. TVK എന്നതിന് പകരം മറ്റുള്ളവർ എന്നാണ് അവർ നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർ 13 മുതൽ 33 വരെ സീറ്റ് നേടും. സ്വാഭാവികമായും TVK കൂടി ഉൾപ്പെടുന്നതായിരിക്കാം ആ മറ്റുള്ളവർ. പീപ്പിൾസ് പൾസും DMK സഖ്യത്തിനാണ് അവിടെ മുൻതൂക്കം പ്രവചിക്കുന്നത്. 125 മുതൽ 145 വരെ സീറ്റുകൾ നേടുമ്പോൾ 65 മുതൽ 80 സീറ്റുകളിൽ ADMK സഖ്യം അവസാനിക്കും. 18 മുതൽ 24 വരെ സീറ്റുകൾ വിജയം. മറ്റുള്ളവർ 2 മുതൽ 6 വരെ സീറ്റുകളും നേടും. ബംഗാളിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ചില സർവേകളിൽ വ്യക്തമായ ഭൂരിപക്ഷം മമതാ ബാനർജിക്ക് നൽകുമ്പോൾ ഒന്നിലധികം സർവേകളാണ് BJP ആദ്യമായി ബംഗാൾ പിടിക്കും എന്ന് പറയുന്നത്. PMRQ 118 മുതൽ 137 വരെ സീറ്റുകളാണ് തൃണമൂലിന് നൽകുന്നത്. അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 148 സീറ്റാണെങ്കിൽ BJP 150 മുതൽ 175 വരെ സീറ്റുകൾ നേടിയേക്കാം എന്നാണ് PMRQവിന്റെ സർവേ. മെട്രിക്സും സമാനമായ രീതിയിൽ 146 മുതൽ 161 വരെ സീറ്റുകൾ നേടി BJP ബംഗാൾ പിടിക്കുമെന്ന് പ്രവചിക്കുന്നു. 125 മുതൽ 140 വരെ സീറ്റുകളാണ് അവിടെ തൃണമൂൽ കോൺഗ്രസിന് പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസ് പക്ഷേ മമതാ ബാനർജിക്ക് ഒരു 4ാം ഊഴമുണ്ടെന്ന് പ്രവചിക്കുകയാണ്. 117 മുതൽ 118. 117 ആണെങ്കിൽ അവിടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുന്നില്ല, അവിടെ തൂക്ക് സഭയിലേക്ക് പോകുന്നു. പക്ഷേ അവർ 187 വരെ സീറ്റുകൾ നേടിയേക്കാമെന്ന് കൂടി പ്രവചിക്കുന്നുണ്ട്. 95 മുതൽ 110 വരെ സീറ്റുകളാണ് BJPക്ക് ഏതായാലും പ്രവചിക്കുകയും ചെയ്യുന്നത്. പോൾ ഡയറി BJPക്ക് തന്നെയാണ് മുൻതൂക്കം നൽകുന്നത്. 142 മുതൽ 171 സീറ്റുകൾ, 99 മുതൽ 127 സീറ്റുകളാണ് അവിടെ തൃണമൂൽ കോൺഗ്രസിന് പ്രവചിക്കുകയും ചെയ്യുന്നത്. പോൾ ഡയറി മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതു പാർട്ടികൾക്കും കോൺഗ്രസിനും ലഭിക്കാവുന്ന പരമാവധി സീറ്റുകളുടെ എണ്ണം കൂടി പറയുന്നുണ്ട്. CPMന് 2 മുതൽ 3 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇടതു പാർട്ടികളെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചുവരവാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും ഇടതു പാർട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിനും കഴിഞ്ഞ തവണ സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഇത്തവണ 3 മുതൽ 5 വരെ സീറ്റുകൾ നേടിയേക്കാം എന്നാണ് പോൾ ഡയറി പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസും 1 സീറ്റ് വരെ ഇടതു പാർട്ടികൾ കിട്ടിയേക്കാമെന്ന് പറയുന്നുണ്ട്. ഒപ്പം 1 മുതൽ 3 വരെ സീറ്റുകൾ കോൺഗ്രസിനും പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നുണ്ട്. അതും കൗതുകകരമായ കുറേ വിവരങ്ങളാണ് പശ്ചിമ ബംഗാളിൽ നടക്കം വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് നോക്കിയാൽ നമ്മൾ മിക്കവാറും എല്ലാ സർവേകളും സ്റ്റാലിൻ്റെ തുടർഭരണം തന്നെയാണ് പ്രവചിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല വിജയിയുടെ TVKയുടെ വലിയ പ്രകടനവും വലിയ സാന്നിധ്യവും പല സർവേകളും പറയുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. അതേസമയം പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൗതുകകരമായ, നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ വാർത്തയിൽ ഏറ്റവും ശക്തമായി നിറയാൻ സാധ്യതയുള്ള സംഗതി പശ്ചിമ ബംഗാൾ തന്നെയായിരിക്കും. അവിടെ കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും ഇത്തവണ സീറ്റ് കിട്ടും എന്നുള്ള വിവരം കൂടിയുണ്ട്. സനീഷ്, ഇതിനകത്തൊരു കൗതുകമുള്ള ഒരു കണക്ക് ഞാൻ പറയാം. അതായത് CNN ന്യൂസ് 8ൻ്റെയും മാട്രിക്സിൻ്റെയും പീപ്പിൾസ് പൾസിൻ്റെയും സർവേകൾ എടുത്തു നോക്കിയാൽ അവിടെ UDFന് കുറഞ്ഞത് 70 സീറ്റുകൾ, കൂടിയത് 80, 75, 85 ഒക്കെ പറയുന്നുണ്ടെങ്കിലും കുറഞ്ഞത് ഈ 70-75 സീറ്റുകളിലാണ് വരുന്നത്. അതിൽ പ്രത്യേകിച്ച് ന്യൂസ് 18നും മാട്രിക്സും 70 സീറ്റുകൾ കുറഞ്ഞത്. LDFന് 68 അല്ലെങ്കിൽ 65. അവിടെ BJPക്ക് 4 സീറ്റ് അല്ലെങ്കിൽ 3 സീറ്റൊക്കെ പ്രവചിക്കുന്നുണ്ട്. വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ കേരളം പോകും. അതെ, ഇതിനകത്ത് ഈ ആദ്യം വന്ന ഇത് CNN ന്യൂസ് 8ൻ്റെ റിസൾട്ടാണല്ലോ, അല്ലെങ്കിൽ പ്രവചനമാണല്ലോ. പക്ഷേ അതിനകത്ത് തന്നെ നോക്കൂ. അതായത് ഞാൻ വീണ്ടും നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. UDF 70 മുതൽ 80 വരെ, LDF 58 തൊട്ട് 68 വരെ. അതായത് എന്തൊരു ക്ലോസ് സംഗതിയാണെന്ന് ആലോചിച്ച് നോക്കൂ. BJP 4 വരെ ഉണ്ട്. ഞാൻ പറയുന്നത് അതാ ഹർഷൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതായത് ഞങ്ങൾ ഓർമ്മയുണ്ടോ ഹർഷൻ, നമ്മൾ ആദ്യം നമ്മുടെ ഈ ഇലക്ഷൻ യാത്ര തുടങ്ങിയപ്പോൾ, ഇലക്ഷൻ ട്രാവലർ നമ്മൾ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഇങ്ങോട്ടേക്ക് അവിടുത്തെ മേയർ VV രാജേഷിനെ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി, നമ്മുടെ വണ്ടിയിൽ ട്രാവലറിൽ കയറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ നിങ്ങളുടെ ഒരു പ്രവചനം എന്ന് ചോദിച്ചപ്പോൾ BJPക്ക് മുൻതൂക്കം അല്ല, BJPക്ക് വലിയ സേ ഉള്ളൊരു സർക്കാരാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ആദ്യം മനസ്സിലായി തന്നെ ഇല്ല. അതെന്താണത് അങ്ങനെ BJPക്ക് അതെങ്ങനെയാണ് BJPക്ക് വലിയ അത്രയും സ്വാധീനമുള്ളൊരു BJPക്ക് വൻ സ്വാധീനമുള്ള സർക്കാരായിരിക്കും വരിക. അപ്പോൾ ഈ നമ്പർ കറക്റ്റാണ്. നോക്കൂ, അതായത് വന്ന് ടൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ BJPയുടെ സീറ്റ് നിർണായകമാകുന്ന അവസ്ഥയിലേക്കാണ് ഇവർ പ്രവചിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇതിനകത്ത് എങ്ങനെയാണ് ഒരു പ്രവചനം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 70 മുതൽ 80 വരെ, 71 നമ്മുടെ മാജിക് നമ്പർ കേരളത്തിലേത്. 70 മുതൽ 80 വരെ കിട്ടിയേക്കാമെന്ന് പറയുന്നു. അപ്പുറത്ത് 58 മുതൽ 68 കഴിഞ്ഞാൽ പിന്നെ 2 സീറ്റിൻ്റെ വ്യത്യാസമാണ് LDFനുള്ളത്. അപ്പോൾ സത്യത്തിൽ ഈ പ്രവചനങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ കരുതിയത് നമ്മുടെ ഈ ഒരു ആധിയെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സൂചനകൾ അതിനകത്തുണ്ടാകും. കാരണം കഴിഞ്ഞ തവണ ഇങ്ങനെ ഏതാണ്ടെല്ലാം ശരിയായിട്ട് പ്രവചിച്ചതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും, LDFകാർക്കും UDFകാർക്കും BJPക്കാർക്കും നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ
അവരവരുടെ ഈ ഒരു ആധിയെ ശമിപ്പിക്കാൻ എന്താകും എന്ന ആധിയെ ശമിപ്പിക്കാനുള്ള ഒരു നമ്പർ ഇതിനകത്ത് ഉണ്ടാകുമെന്നാണ് കരുതിയെങ്കിൽ ഇപ്പോൾ അത് കൂടുന്ന നിലയിലെ ഹർഷം ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ 4-ാം തീയതി വരെ നമ്മൾ കുറേ കൂടെ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് നിൽക്കണം. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ VS അനു അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അനു, ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ സംഗതി വന്നിരിക്കുന്നു. ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്താണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ഒരു വർത്തമാനം? സനീഷ്, ഏതായാലും നമുക്ക് എക്സിറ്റ് പോളുകളെ ഒരു രാഷ്ട്രീയ ആകാംക്ഷയുടെ കൗതുകമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. കാരണം അല്പം മുമ്പ് സനീഷ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പറയുന്ന ആകാംക്ഷ ഉളവാക്കുന്ന ഒരു എക്സിറ്റ് പോളുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനം നമുക്ക് BJPയുടെ അല്ലെങ്കിൽ NDA സഖ്യത്തിൻ്റെ കേരളത്തിലെ ഒരു സാധ്യതയാണ്. ഇതിൽ 10 എക്സിറ്റ് പോളുകളാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ആക്സിസ് മൈ ഇന്ത്യ 0 മുതൽ 3 സീറ്റ് വരെ ആണ് പറഞ്ഞിരുന്നത്. പി മാർക്ക് 1 മുതൽ 4 വരെ, ടൈംസ് നൗ JVC 3 മുതൽ 7 വരെ, മാട്രിക്സ് 3 മുതൽ 5 വരെ, സി ന്യൂസ് കേരളം 2 മുതൽ 5 വരെ, ടീം PSR 0 മുതൽ 4 വരെ, പീപ്പിൾസ് പൾസ് 0 മുതൽ 3 വരെ, CNN ന്യൂസ് 18 0 മുതൽ 4 വരെ, ജേണോ മിറർ 0 മുതൽ 5 വരെയും, ചാണക്യ സ്ട്രാറ്റജീസ് 1 മുതൽ 3 വരെ. അതായത് 10 ഈ എക്സിറ്റ് പോളുകളിൽ 5 എണ്ണത്തിൽ ഉറപ്പായും BJP കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് പറയുന്നു. അതിൽ ടൈംസ് നൗ JVC ആണ് 3 മുതൽ 7 വരെ എന്ന ഏറ്റവും ഉയർന്ന ഒരു കണക്ക് അവർ മുന്നോട്ട് വെക്കുന്നു. അതേസമയം ഈ മറ്റ് അതായത് CNN ന്യൂസ് 18 ഉൾപ്പെടെയുള്ളവർ ഈ താഴെത്തട്ടിൽ പറയുന്നത് 0 എന്നുള്ളതാണ്. ഏതായാലും പക്ഷേ മിക്ക സർവേകളും ഒരു സാധ്യത BJPക്ക് അത് 1, 2, 3, 4 തുടങ്ങി 7 വരെയൊക്കെയുള്ള ഒരു കണക്ക് പറയുന്നുണ്ട്. നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ VV രാജന്റെയൊക്കെ ഒരു ആത്മവിശ്വാസം ഒരുപക്ഷേ ഈ കണക്കുകളിൽ നമുക്ക് പ്രതിഫലിക്കുക അല്ലെങ്കിൽ കാണാവുന്നതാണ്. വലിയ സാധ്യത ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും തെക്കൻ കേരളത്തിൽ അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ നേമവും കഴക്കൂട്ട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, വടക്കൻ അല്ലെങ്കിൽ ഈ പറയുന്ന കാസർഗോഡ് വിജയസാധ്യത, പാലക്കാട് വിജയസാധ്യത എന്നൊക്കെ പറയുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നോക്കൂ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടിയ വോട്ട് ഷെയർ അത് 11.3 NDAക്ക് 12 ടോട്ടലായ മുന്നണിയെ സംബന്ധിച്ച് 12.47 എന്നുള്ളതാണ് അവരുടെ ഒരു വോട്ട് ഷെയർ മുന്നണി എന്ന സംവിധാനത്തിൽ. ഇത്തവണ അത് CNN ന്യൂസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്സിസ് ഇന്ത്യയുടെ ഒക്കെ കണക്ക് പ്രകാരം 14. അതായത് അവർ ലക്ഷ്യമിടുന്നത് 20% വോട്ട് ഷെയർ കേരളത്തിൽ ഉണ്ടാക്കണം എന്നുള്ള BJPയുടെ ലക്ഷ്യം അത് ഒരു തരത്തിൽ നടക്കുന്നില്ല. അതേസമയം ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ BJP സംസ്ഥാനത്ത് ആകമാനം ഒരു പ്രവർത്തനം അവർ നടത്തിയിട്ടില്ല. അവർ A+ മണ്ഡലമായി കണ്ട ചില ഒരു 10ഓളം മണ്ഡലങ്ങളിൽ മാത്രം അവർ കേന്ദ്രീകരിക്കുകയും അവിടെ വോട്ട് അല്ലെങ്കിൽ സീറ്റ് കൂടുന്നു. അതേസമയം വോട്ട് ഷെയർ ഈ 11.37 നിന്നും 14ലേക്ക് മാത്രമാണ് കൂടുന്നത്. അതായത് 2 സംതിങ് മാത്രമാണ് കൂടുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി BJP രാഷ്ട്രീയം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യമാണ്. സനീഷ്, റൈറ്റ്. അനു ആണ് വിവരങ്ങൾ നൽകിയത്. BJPയുടെ ഒരു സാധ്യത ആണ് അനു വിശദമായി പറഞ്ഞത്. മഹേഷ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. മഹേഷ്, LDF കേന്ദ്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ, ഈ എക്സിറ്റ് പോൾ ഫലത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത് ബിനോയ് വിശ്വത്തിൻ്റെയാണ്. ഇപ്പോൾ സംശയമില്ലാതെ നമ്മളിവിടെ പറഞ്ഞു ഈ CPI ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വല്ലാതെ പാളിയ ഒരു പാർട്ടി CPI ആണെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആധിയും വ്യാധിയും അദ്ദേഹം ആദ്യം തന്നെ ഫേസ്ബുക്കിലൂടെ അങ്ങ് പങ്കുവച്ചതുമായിരിക്കും എന്ന്. എന്താണ് ഇടതുമുന്നണി പൊതുവെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കാണുമ്പോൾ വിലയിരുത്തുന്നത്? എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായാലും നിരാശാജനകം തന്നെയാണ് LDFന്. പക്ഷേ അവർ പ്രതീക്ഷ വെക്കുന്നത് ജനങ്ങളുടെ വോട്ടിലാണ്. എക്സിറ്റ് പോളുകൾ തെറ്റിയ സാഹചര്യങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു. പക്ഷേ അവരെ ആശങ്കപ്പെടുന്ന തരത്തിലേക്കുള്ള ഫലമാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ആക്സിസ് മൈ ഇന്ത്യ പോലെയുള്ള ഏജൻസികൾ ഈ സർവേ ആക്യുറേറ്റായിട്ട് ചെയ്യുന്ന കൃത്യത വരുത്തിയിട്ടുള്ള സ്ഥാപനങ്ങളാണെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 2016 LDF ഇത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് പ്രവചിച്ചത് അന്ന് ആക്സിസ് മൈ ഇന്ത്യയാണ് കൃത്യമായിട്ട്. അതിനുശേഷം 2021 അത് തന്നെ തുടരുകയും ചെയ്തു. 104 സീറ്റ് വരെ പ്രവചിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലേക്കുള്ള എക്സിറ്റ് പോളുകളിൽ കൃത്യതയുള്ള അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ സർവേയുടെ ചില ഫോർമാറ്റുകൾ അതിനെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് പാർട്ടി കേന്ദ്രങ്ങളൊക്കെ തന്നെയും. അക്കാര്യത്തിൽ അവർ സംശയിക്കുന്ന ഒരു കാര്യം ഈ സർവേയിൽ വ്യക്തമായി കാണുന്നു. അത് ന്യൂനപക്ഷ ഏകീകരണമാണ്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരടക്കമുള്ള മറ്റു ചില മേഖലകളിലുള്ള ആളുകളുടെ വോട്ടുകൾ അത് പ്രതീക്ഷിച്ച പോലെ കിട്ടുന്നില്ല എന്ന സാഹചര്യം കൂടി കാണുന്നു. പക്ഷേ ഇതിനകത്ത് CPM അതുപോലെ തന്നെ ഇടതുപക്ഷ കേന്ദ്രങ്ങളും കൃത്യമായി കണക്കാക്കുന്നത് ഇതൊരു UDFന് വലിയ മേൽക്കൈയുള്ള ഒരു സർവേ അല്ല, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ അല്ല. കാരണം ഒരു തരംഗം UDFന് അനുകൂലമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടേണ്ടതില്ല. കാരണം പ്രതീക്ഷയ്ക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്ര ടൈറ്റായിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ പ്രവചനം വരുമ്പോൾ അതിൽ മാറ്റം
അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അത്തരത്തിലേക്കുള്ള മാറ്റം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും LDF ഇപ്പോഴും ഉള്ളത്. ജനങ്ങളുടെ വോട്ട് തങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഭൂരിപക്ഷം കാര്യമായിട്ടുണ്ടാകില്ല. 80 സീറ്റ് താഴെ 73 മുതൽ 80 സീറ്റ് വരെ നേടി LDF അധികാരത്തെത്തുന്ന പ്രതീക്ഷ തന്നെ അവർ ഇപ്പോഴും പങ്കുവെക്കുന്നു. പക്ഷേ അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോളിൽ നിന്ന് എന്തായാലും വരുന്നത്. സനീഷ്, ഹർഷൻ. ഇപ്പോൾ ഈ ഏതെല്ലാം മേഖലകൾ തിരിച്ചാണ് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെയൊക്കെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇടതു മുന്നണിക്ക് ഏറ്റവും വലിയ തകർച്ചയുണ്ടായിരിക്കുന്നത് മധ്യ കേരളത്തിലാണ്. അതുപോലെ UDF നന്നായി പ്രകടനം നടത്താൻ കഴിയുന്ന, തരക്കേടില്ലാത്ത പ്രകടനം നടത്താൻ കഴിയുന്നത് വടക്കൻ കേരളത്തിൽ കൂടിയാണ്. തെക്കൻ കേരളമാണ് ഇടതു മുന്നണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രദേശം. അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന പല വിലയിരുത്തലുകളും ഉണ്ടല്ലോ. അതായത് ഈ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ അടക്കമുള്ള പല വിഷയങ്ങളിലും ഉണ്ടായിരുന്ന വിലയിരുത്തലുകളോട് ഒപ്പിച്ചു വരുന്ന ഒരു സർവേ ഫലമാണത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിച്ചാൽ UDF സർക്കാർ വരാനുള്ള സാധ്യതയല്ലേ? ഹർഷൻ, ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ തരത്തിൽ മാനദണ്ഡങ്ങളുടെ കാര്യമാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ കൊച്ചി മേഖലയിൽ 22 മുതൽ 26 സീറ്റുകൾ വരെയാണ് UDF ആക്സിസ് പ്രവചിക്കുന്നത്, ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. അതുപോലെ തന്നെ മലബാറിലാകട്ടെ 36 മുതൽ 38 വരെയും, തിരുവിതാംകൂറിലാകട്ടെ അത് 25 മുതൽ 29 വരെയുമാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഇത് വരുമ്പോൾ ഇതിനകത്ത് പ്രധാനമായി നമുക്ക് കണക്കാക്കേണ്ട മറ്റൊരു കാര്യം ഇതിനകത്തുള്ളത്, വ്യക്തമായി പറയേണ്ടത് ഒരു സാമുദായിക സമവാക്യത്തെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം തന്നെയാണ് അടിസ്ഥാന വർഗം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഈഴവ, നായർ വോട്ടുകളൊക്കെ തന്നെയും അവർക്കൊപ്പം അനുകൂലമായി നിൽക്കുന്നു എന്ന് ഈ സർവേയിൽ വ്യക്തമാക്കുന്നു. കൃത്യമായി പറയുമ്പോഴാണ് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളിൽ 60% ക്രിസ്ത്യൻ വോട്ടുകളും 63% മുസ്ലിം വോട്ടുകളും UDF ലഭിച്ചു എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ ഏകീകരണം, അതായത് മധ്യ കേരളത്തിലടക്കമുള്ള കാര്യങ്ങളിൽ ഈ മാറ്റം ഉണ്ടാകാനുള്ള വലിയ കാരണമായിരിക്കുന്നത് മലബാർ അടക്കം ഉണ്ടായിരിക്കുന്ന ന്യൂനപക്ഷ ഏകീകരണമാണ്. ആ ന്യൂനപക്ഷ ഏകീകരണം എന്ന ഒരു സംശയം, അങ്ങനൊരു ആശങ്ക LDF ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള എക്സിറ്റ് പോൾ ഫലമാണ്. പക്ഷേ അത്തരത്തിലൊക്കെ ഏകീകരണം ഉണ്ടായാൽ പോലും LDF അധികാരത്തിൽ വരുന്ന പ്രതീക്ഷ അവർക്ക് ഇപ്പോഴും ബാക്കിയാണ്. എക്സിറ്റ് പോളിനെ പുറമായും തള്ളിക്കളയുന്ന തരത്തിലേക്കായിരിക്കും LDF പ്രതികരണം ഉണ്ടാവുക. ഹർഷൻ. അതായത് ഹർഷ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പുറത്തു വന്നിരിക്കുന്ന അഭിപ്രായ സർവേകളുടെ ശരാശരി നോക്കിയാൽ അതൊരു പ്രധാനപ്പെട്ട നമ്പറാണല്ലോ. നമ്മൾ കഴിഞ്ഞ തവണ നോക്കിയാൽ എല്ലായ്പ്പോഴും അത് ഈ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേകളുടെ ശരാശരി നോക്കിയാൽ UDF 76 സീറ്റുകളുമായിട്ട് അധികാരത്തിലെത്തും എന്നാണ് പറയുന്നത്. LDF ആണെങ്കിൽ 60 സീറ്റുകൾ LDF കിട്ടും. ശരാശരി എല്ലാത്തിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ NDAക്ക് 4 സീറ്റുകൾ വരെ കിട്ടാം എന്നതാണ് ഇപ്പോഴത്തെ നില. 76 സീറ്റുകൾ എന്ന നമ്പറിലേക്ക് UDF LDF 60 സീറ്റുകളിലേക്കും വരുമ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനൊന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലായ്പ്പോഴും പറയാറുള്ള കണക്കുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാര്യം നോക്കിയാൽ ഒരിക്കലും 90 മുകളിലേക്ക് UDF വന്നിട്ടേയില്ല. UDF കൂടിയത് 70 മുകളിലേക്ക് വരികയാണ് ചെയ്തത്. ജയിച്ചപ്പോഴെല്ലാം LDF പക്ഷേ 90 മേലേക്ക് 2-3 തവണ എത്തിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ 40 വല്ലാതെ താഴോട്ട് LDF പോയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഏതാണ്ട് അതേ നിലയിലേക്കാണ് എന്ന് വെച്ചാൽ വിജയിക്കുമ്പോൾ ചെറിയ മാർജിനിൽ മാത്രം UDF അധികാരത്തിലേക്ക് വരുന്ന കഴിഞ്ഞൊരു 4-5 തവണത്തെ കാര്യം എടുത്തു നോക്കിയാൽ ആ ഒരു സാധ്യതയിലേക്കാണ് ഇത്തവണയും എത്തുക എന്നാണ് കാര്യങ്ങൾ ഈ ശരാശരി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക. ഈ മൊത്തം പോൾ സംഗതികളെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക. അതിനകത്തുള്ള ഒരു കാര്യം, രാഷ്ട്രീയമായിട്ട് UDF മറുപടി അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറുപടി പറച്ചിലൊന്നുമില്ല. പക്ഷേ എന്നാലും രാഷ്ട്രീയമായിട്ട് അവർക്ക് വലിയ വിജയമല്ല എന്ന് നമ്മൾ കാണേണ്ടതായിട്ട് വരും. 10 വർഷക്കാലം നീണ്ട ഭരണത്തിന് ശേഷമാണ് LDF ഈ നിലക്ക് ഉള്ള സീറ്റ് നിലനിർത്തുന്നത് എന്ന നമ്പറിലേക്ക് വന്നാൽ, എന്ന കാര്യത്തിലേക്ക് വന്നാൽ, ഈ 100 സീറ്റ് 110 സീറ്റ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ UDF 80 താഴേക്ക് പോവുകയാണെങ്കിൽ അതൊരു വലിയ വിജയമല്ല. 10 വർഷം ഭരിച്ചൊരു സർക്കാരിനെതിരെ അതിശക്തമായുള്ള രാഷ്ട്രീയ പോരാട്ടം കൊടുക്കാൻ സാധിച്ചില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും UDF നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അധികാരത്തിലേക്ക് വരുമ്പോഴും അങ്ങേയറ്റം സന്തോഷത്തോടെ ആയിരിക്കില്ല വരേണ്ടി വരിക എന്നൊരു സാഹചര്യം UDF ഉണ്ടാകും. അത് നമുക്ക് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഇവിടുത്തെ സ്ഥിതി അതാണ്. അതുകൊണ്ടാണല്ലോ അതേസമയം ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ശക്തമായ വലിയ വിജയം നേടാൻ UDF കഴിയുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം ആ മട്ടിലല്ല, അതിൻ്റെ ക്രമീകരണം ആ മട്ടിലല്ല. അതുകൊണ്ടാണ് അപ്പോൾ 80 സീറ്റുകൾക്ക് മുകളിലേക്ക് എത്തിയാൽ UDF ഒരു സംശയമില്ലാതെ UDF ഒരു ട്രെൻഡാണെന്നോ UDF അത് മികച്ച പ്രകടനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, UDF നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. 1-2 സീറ്റുകളുടെ ഭൂരിപക്ഷം മാത്രമാണെങ്കിലും സ്ഥിരതയോടെ ഭരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കാണിച്ചു തന്നതാണ്. അതിനകത്ത് 2 കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ഹർഷ. അതായത് അങ്ങനെ രാഷ്ട്രീയമായിട്ട് വമ്പൻ വിജയമായിരുന്നുവെങ്കിൽ അവർ കഴിഞ്ഞ തവണ എന്താ പറഞ്ഞ UDF കോവിഡ് കാലം നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ആ ആനുകൂല്യം കിട്ടിയിട്ടാണ് ഇവർ അധികാരത്തിൽ വന്നതെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ കോവിഡ് അല്ലാത്ത
രണ്ടാം തവണയും പിണറായി വിജയനെ പോലെ ജനപ്രിയത എന്നത് മുഖമായിട്ടുള്ള അല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഭരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം തന്നെയും കേരളം മുഴുവൻ വെച്ചിട്ട് പോയിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർ ഈ നമ്പർ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് നമ്മൾ കാണണം. രണ്ടാമത് പറഞ്ഞ വർഷം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അല്ല, ഇതാണ് അതായത് സ്ഥിരതയുള്ള ഭരണം. സ്ഥിരതയുള്ള ഭരണം 2 സീറ്റിന്റെ വ്യത്യാസത്തിലും അല്ലല്ല, 2 സീറ്റിന്റെ വ്യത്യാസത്തിലും UDF സ്ഥിരതയുള്ള ഭരണം കാഴ്ചവെക്കുന്നു എന്നുള്ളത് UDF മാത്രം പ്രത്യേകതയല്ല, അവരുടെ കഴിവുകൊണ്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇപ്പുറത്തുള്ള ആളുകൾ ഈ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് എന്ന പോലെ കുതിര കച്ചവടം നടത്താനോ അപ്പുറത്തുള്ള ആളുകൾ ഇപ്പുറത്ത് പിടിക്കാനോ നടക്കുന്ന ഒരു ജനാധിപത്യ ഭരണ സംവിധാനമല്ല, തെരഞ്ഞെടുപ്പ് സംവിധാനമല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്നതുകൊണ്ടുകൂടിയാണ് ഒരു മാന്യതയുടെ അന്തരീക്ഷം അവിടെയുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡൊക്കെയുള്ള ഒരു പ്രത്യേകിച്ച് കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലേത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ തവണ കോവിഡ് കാലം ആണ് പിണറായി വിജയൻ 2ാം സർക്കാർ ഉണ്ടായിക്കൊടുത്തത് എന്ന് UDF ആവർത്തിച്ച് പറയാറുണ്ട്. പിന്നെ ഇവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും LDFനെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ജനവിധിയുണ്ട്. LDFനെ ജനവിധ വെറുത്തിരിക്കുന്നു, ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയണമെങ്കിൽ അവർക്ക് 90-ന് മുകളിലെങ്കിലും 85-ന് മുകളിലെങ്കിലും സീറ്റുകളുടെ നമ്പർ വേണം. ഇപ്പോൾ വന്നിരിക്കുന്ന ഇത് പ്രവചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രവചനങ്ങൾക്ക് അകത്ത് എല്ലാവരെയും വെച്ച് നോക്കിയാലും ഈ ശരാശരി 76 സീറ്റുകൾ എന്ന നമ്പർ വെച്ച് നോക്കിയാലും എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് അവരെ കുറ്റം പറയാനുള്ള കാരണങ്ങൾ 4-ാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്ന എനിക്ക് ഇതിൽ കൗതുകരായ സി വോട്ടറിൻ്റെ സർവേയിൽ കാസർഗോഡ് ജില്ല മൊത്തത്തിലെടുത്ത് പരിശോധിച്ചാൽ UDFന് 2 മുതൽ 4 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. LDFന് 1 മുതൽ 3 സീറ്റ് വരെയും പ്രവചിക്കുന്നു. 1 മുതൽ 3 സീറ്റ് വരെ LDFന് പ്രവചിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ലീഗിൻ്റെ ഒരു സീറ്റ് കൂടി പിടിക്കേണ്ടി വരും എന്നുള്ളതാണല്ലോ അവസ്ഥ. അതൊരു കൗതുകരമായ അവസ്ഥയാണ്. ഇനി മറ്റൊന്ന്, അവിടെ NDAക്ക് 0 സീറ്റിലാണ് വിജയിക്കാൻ കഴിയുക എന്നാണ് പറയുന്നത്. അതായത് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ കാസർഗോഡ് BJP വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ സി വോട്ടർ പങ്കുവയ്ക്കുന്നില്ല. അതായത് BJPക്ക് സീറ്റ് ലഭിക്കും എന്നുള്ള പ്രവചനം ഉള്ളപ്പോൾ തന്നെ കാസർഗോഡ് നല്ല എന്നുള്ളത് അതൊരു കൗതുകരമായ വിവരമാണ്. ആ നിലയ്ക്ക് മണ്ഡലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ്. നമുക്ക് ഏതായാലും നമ്മുടെ മുന്നിലിപ്പോൾ കണക്കുകളെല്ലാം ഉണ്ട്. ഇത് നമുക്ക് കാണാം. ഫ്രെയിമിൽ കുറച്ച് കൂടുതൽ നേരം സ്റ്റേ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് വായിച്ചു കൊടുക്കാം. ആക്സിസ് മൈൻഡിയയിൽ LDF 49 മുതൽ 62 വരെ, UDF 78 മുതൽ 90 സീറ്റ് വരെ നേടാം. 0 മുതൽ 3 വരെയാണ് NDA നേടുക. മാട്രിക്സിൻ്റെ കണക്കാണെങ്കിൽ ഇങ്ങനെയാണ്: LDF 60 മുതൽ 65 വരെ സീറ്റുകൾ നേടാമെന്ന് പറയുന്ന മാട്രിക്സ് UDFന് 70 മുതൽ 75 വരെ സീറ്റുകൾ നേടിയിട്ട് അവർ വിജയിക്കും എന്ന്, അവരാണ് ഭരിക്കുക എന്ന് പ്രവചിക്കുന്നു. NDAക്ക് 3 മുതൽ 5 വരെ എന്ന നമ്പറാണ് അവർ കൊടുക്കുന്നത്. JVC എക്സിറ്റ് പോളിലാണെങ്കിൽ LDF 52-61 എന്ന നമ്പറിലാണുള്ളത്. UDFന് 72 മുതൽ 84 വരെ സീറ്റുകൾ ലഭിക്കാം, അവർ അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. NDA 3 മുതൽ അങ്ങോട്ട് സീറ്റുകൾ നേടിയേക്കാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന 10 പ്രവചനങ്ങളാണ്. CNN ന്യൂസ് 18ൻ്റെ കാര്യമാണെങ്കിൽ 58 മുതൽ 68 വരെ LDF, UDF 70 മുതൽ 80 വരെ സീറ്റുകൾ നേടാം. NDA 0 മുതൽ 4 വരെ സീറ്റുകൾ. P മാർക്ക് LDF 62 മുതൽ 69 വരെ സീറ്റുകൾ നേടാം. UDF 71 മുതൽ 79 വരെ സീറ്റുകൾ നേടാം. NDA 1 മുതൽ 4 വരെ സീറ്റുകൾ നേടാം എന്നാണ്. പീപ്പിൾസ് പൾസ് 55 മുതൽ 65 വരെ സീറ്റുകൾ LDF നേടാമെന്ന് അവർ പറയുന്നു. UDF 75 മുതൽ 85 വരെ സീറ്റുകൾ നേടാം. NDA 0 മുതൽ 2 സീറ്റുകൾ വരെ നേടാം എന്നാണ് പീപ്പിൾസ് പൾസ് പറയുന്നത്. 10 സർവേ ഫലങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. 10-ൽ ഏതാണ്ടെല്ലാം തന്നെയും ഈ UDFന് ഭരണമാണ് പ്രവചിക്കുന്നത്. സംസ്ഥാനത്ത് കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകും, UDF അധികാരത്തിൽ വരും എന്നാണ് എല്ലാ സർവേ ഫലങ്ങളും പ്രവചിക്കുന്നത്. LDFന് തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്ന ഒറ്റ സർവേ ഫലം പോലും ഇല്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണ ഏതാണ്ട് 10 സർവേ ഫലങ്ങൾ വന്നതിൽ എല്ലാവരും LDFന് തുടർഭരണം ഏതാണ്ട് എല്ലാവരും പ്രവചിച്ചപ്പോൾ 1-2 സർവേ ഫലങ്ങളെങ്കിലും UDFന് ഭരണമുണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഒറ്റ സർവേ ഫലങ്ങൾ പോലും LDFന് തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നില്ല. UDF വിജയിക്കും, അധികാരത്തിലെത്തുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്ട് എല്ലാവരും തന്നെ നേരിയ സീറ്റ് വ്യത്യാസത്തിലാണ് UDFൻ്റെ വിജയം പ്രവചിക്കുന്നത്, ആക്സിസ് മൈ ഇന്ത്യ ഒഴികെ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും.